നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട കനത്ത തിരിച്ചടി ഒരു താൽക്കാലിക പ്രതിഭാസമല്ല. നരേന്ദ്രമോദിയുടെ ഭരണം ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് കടക്കുന്ന ഒരു സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് പകുതിയിൽ താഴേക്ക് ഭൂരിപക്ഷ വിശ്വാസവും നഷ്ടപ്പെട്ട് മോദിയുടെ ജനസമ്മതിയുടെ കാര്യത്തിൽ 49% ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ള സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ സർവേ നടത്തി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യ ടുഡേയാണ്. അതുകൊണ്ട് തന്നെ ഈ സർവേ വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. രാജ്യത്ത് നടത്തിയിട്ടുള്ള സർവേകളിൽ ആര് നടത്തിയതാകട്ടെ 100% ആരുടെയും സർവേകൾ ശരിയാകുന്നതല്ല. എങ്കിൽ പോലും 100%-ന്റെ ഒക്കെ അടുത്ത് വരെ, ചിലപ്പോൾ 99% വരെയൊക്കെയായി സർവേ ഫലങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ ഇന്ത്യ ടുഡേ നടത്താറുള്ളതാണ്. കാരണം തങ്ങളുടെ സർവേകളിലെ എല്ലാ കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്ന പ്രവചനങ്ങളും ആധികാരികമായിരിക്കണമെന്ന് അവർ നിർബന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു സർവേയുടെ ഹൈലൈറ്റ്. അതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ മോദിയെ തൃപ്തിപ്പെടുത്താനായിരിക്കണം. എന്നാൽ ഇത് വളരെ വ്യക്തമായിട്ട് വിശകലനം ചെയ്യുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതിലൂടെയാണ് ഈ കണ്ടെത്തലുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഇൻ ഓഗസ്റ്റിൽ അതിലെ വോട്ടുകളെല്ലാം തന്നെ രാജ്യത്തെ ജനങ്ങളുടെ തുടിപ്പറിയുന്നവ തന്നെയായിരുന്നു. ആ സർവേ പ്രകാരം ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് മുഴുവൻ താഴ്ന്നിടിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും അനുയോജ്യമെന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിരുന്നു ഇന്ത്യ ടുഡേ നാഷണൽ സർവേ ഇപ്പോൾ നടത്തിയത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള 1,36,463 പേർ പങ്കെടുത്ത കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെലിഫോൺ സർവേയിൽ ആദ്യമായി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് 50%-ൽ താഴെയായി ഇടിഞ്ഞുവെന്നാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞത് മുതൽ ഇതുവരെ ഇങ്ങനെയൊരു താഴ്ചയിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തിയിട്ടില്ല. ഈ ഫെബ്രുവരിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ 56% ആളുകൾ അനുകൂലിച്ച നരേന്ദ്രമോദിയെ ഇപ്പോൾ വെറും 49% ആളുകൾ മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ സർവേയിൽ പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പകുതിയിലും ജനസമ്മതി കുറഞ്ഞുവെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അതിനർത്ഥം. എന്നാൽ കഴിഞ്ഞ സർവേകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ആകട്ടെ ഇത്തവണ അത് വലിയ രീതിയിൽ ഉയരുകയാണ് ചെയ്തത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ആകട്ടെ വെറും 14% ആ 14% ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി ആകട്ടെ 24%-ആയിട്ടാണ് ഉയർന്നു വന്നത്. അവസാന സർവേയിൽ നിന്ന് 7.5% ഇടിവാണ് നരേന്ദ്രമോദിക്കുണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് കരുതുന്ന ആളുകൾ 24%-ആയിട്ട് ഉയർന്നു എന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി അത് രാജ്യത്ത് വെച്ചടി കയറുന്ന ഒരു സാഹചര്യമാണ്. വളരെയധികം ജനസമ്മതിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഇപ്പോൾ കൂപ്പുകുത്തുകയും ചെയ്യുന്നു. മറ്റെല്ലാ പ്രതിപക്ഷ നേതാക്കളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി അത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണേൽ പറയാൻ സാധിക്കും. മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളിലും രാഹുൽ ഗാന്ധി എതിരില്ലാത്ത തരത്തിൽ ഒരു കരുത്തനായി മാറിയിരിക്കുകയാണ്. മറ്റ് നേതാക്കളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ റേറ്റിംഗ് ആകട്ടെ 32%-ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യ ടുഡേയുടെ സർവേയിൽ 2ാം സ്ഥാനത്തുള്ളതാകട്ടെ UP-യിൽ നിന്നുള്ള അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവിനെ അനുകൂലിച്ചവർ 8%-ആയിട്ട് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് വെറും 4%-ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ ജനസമ്മതി അത് തകർന്നു പോകാനെല്ലാം കാരണമാക്കിയ ഒരു കാരണം അദ്ദേഹം ചെയ്ത ചെയ്തികൾ തന്നെയാണ്. കേന്ദ്ര ഏജൻസികളെയൊക്കെ ദുരുപയോഗം ചെയ്തതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരെ വളരെ അധികം വെറുപ്പിക്കുകയാണ് ഉണ്ടായത്. രാജ്യത്തെ നിയമങ്ങളെല്ലാം തന്നെ അത് ഭരിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല എന്ന വ്യക്തമായിട്ടുള്ള ഒരു താക്കീതാണ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയതും ഇപ്പോഴും ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റു സർക്കാരുകളെയൊക്കെ അപേക്ഷിച്ച് ED, അതുപോലെ തന്നെ CBI, IT വകുപ്പ് തുടങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളായിട്ട് പ്രവർത്തിക്കേണ്ടവയെ ഇവരെ BJP സർക്കാർ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നു എന്ന് 46% ആളുകളും സമ്മതിച്ചിരിക്കുകയാണ്. വലിയൊരു ശതമാനം ആളുകളും ഇതിൽ പ്രതികരിക്കാതെ മാറിയിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞവർ വളരെ കുറവാണ്. ഒപ്പം രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ വൻകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗവും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ
52% ആളുകളായിരുന്നു ഇത് വിശ്വസിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് 58% ഉയർന്നു. നരേന്ദ്രമോദി ആകട്ടെ അംബാനി അദാനി അടക്കമുള്ള കോർപ്പറേറ്റുകളുടെ കയ്യിലെ ഒരു കളിപ്പാവയാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ ഏറെക്കുറെ കൂടി വരുന്നതോടെ നരേന്ദ്രമോദിയുടെ ഭരണം ഇപ്പോൾ ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് കടക്കുന്ന ഒരു സൂചനയാണ് ഇന്ത്യ ടുഡേ ഈ ഒരു സർവേയിലൂടെ വളരെ ആധികാരികമായിട്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.